വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ ഈ 5 സൂറത്തുകൾ ഇന്നത്തെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ? കച്ചവടക്കാരെ നിങ്ങൾ കേൾക്കാതെ പോവരുത്. ആമത്തെ നേട്ടം അതാണ്, അള്ളാഹു ദുആ സ്വീകരിക്കും. ജീവിതത്തിലേക്ക് വരില്ല, ഇബ്ലീസിന്റെ ശർറിനെ തൊട്ടുള്ള കാവലുണ്ടാകും, ദുഃഖം, രോഗം, പ്രയാസം ഉണ്ടാവില്ല. ഉറങ്ങുന്നതിന് മുമ്പ് ഈ 5 സൂറത്തുകളും ഓതിയിട്ട് കൈവെള്ളയിൽ ഇഷ്വി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് നമ്മൾ ശരീരത്തെ തടവിയാൽ എപ്പോഴാണോ മരിക്കുന്നത് ഈമാനുള്ള മരണം കിട്ടുമെന്നാണ്. ഒരു യാത്രക്ക് പോകുമ്പോൾ അപകടം ഉണ്ടാവാതിരിക്കാൻ ഈ 5 സൂറത്ത് ഓത്. അതുപോലെ തന്നെ ദാരിദ്ര്യമില്ലാതിരിക്കാൻ, അതുങ്ങൾ മാറാൻ, മാനസികമായ അസ്വസ്ഥതകൾ മാറാൻ, നമ്മുടെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. ശമ്പളം മുടങ്ങി കിടക്കുന്നവരാണോ അത് നമുക്ക് ഹൈറായിട്ട് തിരിച്ചു കിട്ടും. ബിസിനസിന്റെ തകർച്ച അതില്ലാതാകും. ഈമാൻ ഉറക്കാൻ, ഏറ്റവും വലിയ കാര്യം ഈമാൻ ഉറക്കാൻ നല്ലതാണ്. ഒരുപാട് നേട്ടങ്ങൾ പുറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ ഊഹിയ ഇലയ്യ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ജിൻ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അദ്ദുസ്സലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ല. അത് ഒരുപാട് വട്ടം പറയും, ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിരിപ്പിക്കുക. വെള്ളിയാഴ്ച ദിവസം പുരുഷന്മാർക്ക് മാത്രമല്ല ഉമ്മമാർക്കും ജുമാ ളുഹർ നിസ്കാരത്തിന് ശേഷം 25 പ്രാവശ്യം സൂറത്തുൽ ഖദർ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ 1000 ഹജ്ജ് ചെയ്ത കൂലിയും 1000 പ്രാവശ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ജിഹാദ് ചെയ്ത പ്രതിഫലവും അള്ളാഹു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, എന്താ നേട്ടം, എന്താ ഇതിന്റെ പ്രതിഫലം! 80 വർഷത്തെ തെറ്റുകൾ പുറത്തു തരുന്ന മാത്രമല്ല ഒരുപാട് നിരവധി നേട്ടങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ജീവിതത്തിൽ വിജയത്തിന്റെ വാതിലുകൾ അല്ലാഹു തആല തുറന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക വ റസൂലിക നബിയിൽ ഉമ്മി വ അലാ ആലിഹി വ സ്വഹ്ബിഹി വസല്ലം. 4 സൂറത്തുകൾ ഓതി നിങ്ങൾ ദുആ ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഒരു തരത്തിലുള്ള ആപത്തും മുസീബത്തും നമ്മളെ പിടികൂടുകയില്ല. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല എന്ന് പറഞ്ഞ ബൈത്തുണ്ടല്ലോ, അത് മുടങ്ങണ്ട, അതിങ്ങനെ പരമാവധി അധികരിപ്പിക്കുക. ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വ ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അവരും കേൾക്കട്ടെ, അവരും പഠിക്കട്ടെ. നമുക്ക് അത് ഗുണമാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും തരട്ടെ.